പോസിറ്റീവ് ആണെന്ന് നീ പറയുന്നു. എന്നൊക്കെ വിളിക്കുന്നതും ഈ കണ്ടുപിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ചാവാം. മോളെ, സഞ്ജയ് നിന്റെ ചേട്ടനെ കൊല്ലാൻ ശ്രമിച്ചവനല്ലേ? കൊല്ലാൻ ശ്രമിക്കല്ലേ ചെയ്തുള്ളൂ, കൊന്നൊന്നുമില്ലല്ലോ. നിന്റെ അച്ഛൻ എന്റെ അച്ഛനെ ശരിക്കും കൊന്ന ആളല്ലേ? അപ്പൊ ന്യായമായി നോക്കുവാണെങ്കിൽ നിന്നെ ഈ വീടിന്റെ പടിക്ക് പുറത്തിറക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പൊ ഈ വീട്ടിലെ എനിക്കൊരു നിയമവും ഏട്ടന് വേറെ നിയമമാണോ? അതോ ഈ വീട്ടിലെ എനിക്ക് മാത്രമേ അച്ഛനോട് സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ? അച്ഛൻ പോയതിനു ശേഷം ഏട്ടന് അമ്മയിൽ നിന്നും അതേ സ്നേഹം കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല. അച്ഛൻ എന്നും എന്നെയായിരുന്നു കൂടുതൽ ഇഷ്ടം. അമ്മയ്ക്കും പണ്ട് മുതലേ ഏട്ടനോടൊരു പാർഷ്യാലിറ്റി ഉണ്ടല്ലോ. മോളെ, നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ നിങ്ങളെ രണ്ടുപേരെ ഒരുപോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരിക്കലുമല്ല. ഏട്ടന് പകരം ഞാനാണ് ഈ വീട്ടിലൊരു പോലീസ് ഓഫീസറിനെ കല്യാണം കഴിച്ചോണ്ട് വന്നിരുന്നെങ്കിൽ അമ്മ എന്ത് ചെയ്തേനെ? എന്നെ അപ്പ തന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയാനല്ലേ? പക്ഷെ അത് ഏട്ടനായതുകൊണ്ട് അമ്മ അങ്ങ് ക്ഷമിച്ചു. ഇവക്ക് നിലവിളക്ക് കൊടുത്ത് അമ്മ ഇങ്ങോട്ട് ക്ഷണിച്ചു. അപ്പോ സഞ്ജയുടെ കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്നത് ഇരട്ടത്താപ്പല്ലേ? സഞ്ജു ഏട്ടനും വർഷങ്ങളായി ഒരുമിച്ച് ജോലി ചെയ്തവരല്ലേ? ഒന്നും സഞ്ജുവിന്റെ സ്വഭാവത്തില് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്ന് ഏട്ടൻ അറിയായിരുന്നല്ലോ. പിന്നെ എന്താ പെട്ടെന്ന് നിങ്ങൾ തമ്മിൽ ഇത്രയും ശത്രുതയിലായത്? ഞാൻ പറയാൻ എന്താ കാരണമെന്ന്. ദേ ഇവളാ. ഇവളാ സഞ്ജുവിനെതിരെ ഗിരിയുടെ മനസ്സിലെ വിഷം കുത്തിവെച്ച് നിങ്ങളെ തമ്മിൽ ശത്രുക്കളാക്കിയത്. അത് ശരി, എന്നെ കൊല്ലാൻ സഞ്ജു ആളെ വിട്ടതും ഇവള് പറഞ്ഞിട്ടായിരിക്കും അല്ലേ? ഗിരിയേട്ടൻ 2 തവണ സഞ്ജുവിന്റെ വീട്ടിൽ കയറി അടിച്ചതല്ലേ? എന്നിട്ടും പ്രതികരിക്കാതിരിക്കാൻ മാത്രം അത്ര നട്ടലില്ലാത്തവനല്ല സഞ്ജു. പിന്നെ മാലയിട്ടൊരാളെ തല്ലാൻ വേണ്ടി ഗുണ്ടകളെയും കൂട്ടി വന്ന അവനാണല്ലോ നട്ടലുള്ള.